കണ്ണാ, മോനെ കണ്ണാ, 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 മോനെ, മോനെ, കണ്ണാ, മോനെ, മോനെ കണ്ണാ, മോനെ, കണ്ണാ, കണ്ണമോനെ. അമ്മേ, എന്താ മോനെ, എന്താ പറ്റിയേ? അമ്മ സിംഹക്കുഴി വീണച്ച. അമ്മ സ്വപ്നം കണ്ടതല്ലേ, സാരമില്ല. അമ്മ വരില്ലേ അച്ഛ? അച്ഛൻ പറഞ്ഞല്ലോ അമ്മ വരുമെന്ന്. മോനെ കാണാതായപ്പോ അമ്മ തിരക്കി പോയതല്ലേ. മോൻ ഇവിടെ ഉണ്ടെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ. കാർത്തു അച്ഛവും പറഞ്ഞല്ലോ സിംഹക്കുഴി വീണാലും തിരിച്ചു വരൂലെന്ന്. സുഖേ, മോൻ ഇവിടെ ഇരിക്കും. ആരെ വിളിക്കുന്നു? സുഖേ. ഓ, പനി എങ്ങനെ ഉണ്ടാ? വല്ലാത്ത തലകറക്കും. ആ, കാലേ ഭയങ്കര വേദന. ആ, രാവിലെ വാ, നിന്നെ ആശുലാക്കിയിട്ട് വേണം, എനിക്ക് അടിവാരത്ത് കുറച്ച് പണിയുണ്ട്. രക്തം പരിശോധിച്ച പേപ്പർ ഒന്ന് കിട്ടുന്നാ പറഞ്ഞേ. നോക്കട്ടെ, കുഴപ്പമൊന്നുമില്ലേ ഞാൻ വരും. ഞാനും പണിക്ക് വരും. ആ, അതും വാങ്ങിച്ചോണ്ട് നമുക്ക് വൈകിട്ട് ഒരുമിച്ച് വരാം. ശരിയടാ. കാണാൻ എന്തേ? അവനകത്തുണ്ട്. ആ, എന്നാ നീ താപ്പോട്ട് വാ. ശരി എന്നാ. അപ്പാവാ ഓടല്ലടാ, അപ്പോട് വരട്ടടാ. വാ മോനെ, പോ. പോവാടാ. ചെരുപ്പ് കുടുങ്ങി, ചെരുപ്പ് കുടുങ്ങി. അങ്ങാ പോവാ മോനെ. ഓടല്ലടാ, നില്ലേ, പയ്യപ്പോ. അച്ഛനോട് വരട്ടെ. കാലത്ത് പോകുന്നു പറഞ്ഞിട്ട് സുരേഷ് എന്തിയേ? ഒരുങ്ങുന്നു. ആ, ഇങ്ങനെ ആര്യങ്കാവ് വഴി പോയാ വിചാരിച്ചേ. ഞാനിപ്പോ വള്ളിയങ്കോട് വഴി പോവാ. വേണ്ട സുഖേട്ടാ, വള്ളിക്കാവിൽ ചെന്നായിക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ടെന്നാ പറയുന്ന കേട്ടെ. മേലേക്കാവ് വഴി പോവാ നല്ലത്. കുഴപ്പമൊന്നുമില്ല, സുരേഷ് ഉണ്ടല്ലോ കൂടെ. അങ്ങ് പോവാ. കണ്ണമോനെ, നിന്നെ മുത്തശ്ശി ഇറക്കുന്നു, വാ. സതിയമ്മയുടെ കൂടെ ഇരിക്കണം കേട്ടോ. ഉമ്മ ചെല്ല്. അങ്ങോട്ട് പോവാടി. അയ്യോ, കാപ്പി കുടിക്കുന്നില്ലേ? വേണ്ടേ, ഇനിയിപ്പോ അടിവാരത്തൊന്ന് കുടിക്കാം. സമയം രാവിലെ ഒരുപാട്. മോനെ പോട്ടെടാ. രാവിലെ തന്നെ മൂപ്പനും ശശിയും കൂടെ അങ്ങോട്ടാ. കാവിലേക്കാ. കാവിലെ കുട്ടന് പാമ്പ്. സുഖേ. ആ, നായ കടിച്ചപ്പോ തന്നെ ഇവിടെ വന്ന് കാണിച്ചാൽ മതി. നായ കടിച്ചതിന് ഇവിടെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. വൈദ്യം മരുന്ന് വെച്ചതല്ലേ. നീരുണ്ടാ? ഇത്തിരി ചൊറിച്ചിലുണ്ട്. അതിപ്പോ ഇവിടുത്തെ ഡോക്ടറെ കാണിച്ചു കഴിയുമ്പോൾ ശരിയാവും. ഡോക്ടറെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെ സിസ്റ്ററെ, ആ സുഖുവിൻ്റെ റിസൾട്ട് എടുത്തേ. സുഖു എങ്ങനെയുണ്ട്? സുഖു ഇപ്പോഴും ഭയങ്കര ചൊറിച്ചിലാ. ഒരു കാര്യം ചെയ്യാം, സുഖു ഒന്ന് പുറത്തേക്ക് ഇരിക്കും, ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ. പുറത്ത് ആ കസേര ഇരിക്കാം. സിസ്റ്ററെ, ആ കസേര ഒന്ന് എടുത്തിട്ട് കൊടുക്കും. സുരേഷ്, ഇത് റാബിസ് എന്ന് പറയും. അത് ഈ പേപ്പെട്ടി കടിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. അന്ന് സുരേഷിന്റെ വിഷയത്തിൽ നമ്മളന്ന് ബ്ലഡ് പരിശോധിക്കാൻ വന്നപ്പോൾ അദ്ദേഹം തലകറക്കമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളന്നതിനനുസരിച്ച് ആ ക്യാമ്പ് നടന്നപ്പോഴാണ് നമ്മൾ ആ പുള്ളിക്കാരൻ്റെ ബ്ലഡ് എടുത്തത്. ഡോക്ടറെ, നമ്മൾ ആ വൈദ്യൻ്റെ അടുത്ത് പോയി മരുന്നൊക്കെ വെച്ചായിരുന്നു. അല്ല, അതല്ല. അന്ന് ഇപ്പോൾ റിസൾട്ട് വന്നപ്പോഴാണ് അറിയുന്നത് റാബിസിൻ്റെ അളവ് ഇത്തിരി കൂടുതലാണ്. അതായത് റാബിസ് എന്ന് വെച്ചാൽ പേവിഷമാണ്. അയ്യോ. പേവിഷം കടിച്ചിട്ട് എനിക്ക് തോന്നുന്നൊരു 10 ദിവസമെങ്കിലും ആയി കാണും. കാരണം എന്നറിയോ, അത് ഇത്തിരി ഒരുപാട് ധാരാളം കാണിക്കുന്നുണ്ട്. കാരണം ഇച്ചിരി സീരിയസ് അവസ്ഥയാണ്. പ്രശ്നമാണോ? ശരി ഡോക്ടർ, ഇനി വൈകണ്ട. ഇല്ല. ഓക്കെ, ശരി. പാലം പണി കഴിയാതെ ബസ് ഇങ്ങോട്ട് വരില്ലെന്നാ പറയുന്നത്. ആരെങ്കിലും കൊണ്ടോ സംസാരിച്ചാ മതിയായിരുന്നു. കളയെന്ന് ചുമ്മാ എത്ര കാലായി. ദാണ്ട് മെമ്പർ വരുന്നു. നാരായണ, ഒരു ചായ. മെമ്പർ എന്താ ചെയ്യാ? നാളെ പട്ടണത്തിൽ പോവല്ലേ, ശരിയാവും. നിങ്ങളെല്ലാവരും കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ ബസ്സിന്റെ ഓണറെ കണ്ടെന്ന് നമുക്കൊന്ന് സംസാരിക്കാം. ബസ്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവില്ല അല്ലേ? നമുക്ക് നോക്കാം. നാളെ പട്ടണത്തിൽ വരെ ഒന്ന് പോകണം. എപ്പോൾ ബസ് വന്നിട്ട് എപ്പോൾ പാനാ? ഇന്നിപ്പോൾ വണ്ടി ഉണ്ടായിരുന്നു, പോകാൻ പറ്റുന്ന കാര്യമുള്ളായിരുന്നു. ഞാൻ 2 തവണ പോയതല്ലേ. പോയി ബസ്സില്ലാത്തോണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടാ. മെമ്പർ പറ. സുഖോട്ടെ, ശരിയാക്കാന്നേ. കണ്ണമ്മ സിംഹക്കുഴി വീണു.
കുഴപ്പമൊന്നുമില്ല. അവരിപ്പോ സുരേഷ് ഏട്ടന്റെ വീട്ടിലുണ്ട്, പേടിക്കാവൊന്നുമില്ല. മോനെ മോനെ എന്താ പറ്റിയടാ മോനെ മോനെ സ്വാമി എന്റെ മോനെ എന്താ പറ്റിയ എന്നാ പറ്റി മോനെ എന്നാ പറ്റി കൊച്ചാ എന്നാ പറ്റി മോനെ മോനെ കണ്ണ എന്ത് പറ്റിയടാ കണ്ണ മോനെ 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 അവന് കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. നിങ്ങൾ വെള്ളം വെക്കാതെ എടി, അവന് ഒരു കുഴപ്പമില്ല, നീ വെള്ളം വെക്കാതെ. കണ്ണ കണ്ണ മോനെ എന്റെ മോൻ കണ്ണു തുറന്ന എന്റെ മോൻ കണ്ണു തുറന്ന് അപ്പാ കുഞ്ഞിനൊരു കുഴപ്പമില്ല, മരുന്ന് ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥിക്കുക. മലയുടെ അപ്പവും കൈവിടില്ല. ഇത് രാത്രി കഞ്ഞി കുടിച്ചിട്ട് കൊടുക്കുക, നാളെ പുലരുമ്പോൾ എല്ലാം മാറും. നീ എല്ലാവരും ഒന്ന് മാറി നിൽക്കേ, അവരൊന്ന് വിശ്രമിക്കട്ടെ. സിംഹക്കുഴിയിൽ വീണ ആരാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്? നഖം പോലും കിട്ടത്തില്ല. മലയാളി അപ്പൂപ്പൻ കാത്തതാ. ഇച്ചിരി വെള്ളം. അയ്യോ എന്നാടാ എടാ എന്നാ